الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ചെറിയ പെരുന്നാളാണ്, ഈദുൽ ഫിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കലും ആഘോഷിക്കലും ഇബാദത്താക്കിയ രണ്ട് ദിനങ്ങളിൽ ഒരു ദിനം ഈദുൽ ഫിത്ർ. ഇങ്ങനെയുള്ള ഒരു മഹനീയമായ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ, സന്തോഷങ്ങൾ പങ്കിടാൻ അവസരം നൽകിയ അല്ലാഹു വലിയവനാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നാമെല്ലാം ഇന്ന് സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, ഇത് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമാണ്. അതെ, ഇന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം, നോമ്പിന് ശേഷം ശവ്വാൽ 1 മുഅ്മിനീങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. ഒരു മാസക്കാലം അല്ലാഹുവിനെ അനുസരിച്ചും അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചും ജീവിച്ച് പരിശീലിച്ച ഓരോ മുസ്ലിമും ഇനി മുതൽ അങ്ങോട്ടുള്ള ജീവിതം ഈ ഒരു മാസക്കാലം ഞാൻ എങ്ങനെയാണോ ശീലിച്ചെടുത്തത് അങ്ങനെയാകുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുന്ന ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം. അതേ പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തേത്, നാം നോമ്പിലേക്ക്, റമദാനിലേക്ക് പ്രവേശിച്ചപ്പോൾ നാം പലരിൽ നിന്നും കേട്ട, പലപ്പോഴായി പല പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും ഓതിത്തന്ന ഒരു ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ ഈമാനുള്ളവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അതെ,
പെരുന്നാൾ ദിവസത്തിൽ സന്തോഷിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, സന്തോഷങ്ങൾ കൈമാറുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനമായ ഒരു ചിന്തയാണിത്. റമദാനിന്റെ ഒരു മാസക്കാലം പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി ഇന്ന് നിസ്കരിക്കുകയും ചെയ്ത ഞാൻ അള്ളാഹു പറഞ്ഞതുപോലെ തഖ്വ നേടിയിട്ടുണ്ടോ, ഞാനൊരു മുത്തഖിയായിട്ടുണ്ടോ എന്ന് നാം നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. അതേ, മുത്തഖിയാകുക എന്നുള്ളത് സ്വർഗം കിട്ടാൻ നിബന്ധനയാണ്. മുത്തഖിയല്ലാതെ ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് സ്വർഗം മുത്തഖികൾക്കുള്ളതാണ്. മുത്തഖിയല്ലാത്ത ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ തഖ്വ നേടുക എന്നുള്ളത് സ്വർഗം ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ്. എന്താണ് പ്രിയമുള്ളവരെ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതമാണ്, സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ഇതിനാണ് തഖ്വ എന്ന് പറയുക. അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിനെ നീ അനുസരിക്കലാണ്, അല്ലാഹു പറഞ്ഞത് പ്രകാരം അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതാണ് തഖ്വ. അൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് മഖാഫത അദാബില്ലാഹ്. അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ നീ വെടിയലാണ്, അല്ലാഹു പറഞ്ഞ പ്രകാരം അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചിട്ട്. ഇതാണ് തഖ്വ എന്ന് ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒരു മാസക്കാലം നാം നേടിയെടുക്കേണ്ടത്. അല്ലാഹുവിനെ അനുസരിക്കാൻ പഠിക്കലാണ് തഖ്വ. അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ പഠിക്കലാണ് തഖ്വ. ഈ ഒരു മാസക്കാലം നമുക്കത് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നോമ്പിലൂടെ നേടാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വെറുതെയാണ്. നാം പകലിൽ പട്ടിണി കിടന്നത് വെറുതെയാണ്, രാത്രി ഉറക്കം വഹിച്ചത് വെറുതെയാണ്. അങ്ങനെയാകാൻ പാടില്ല പ്രിയമുള്ളവരെ. ഇന്ന് മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായതാകണം. അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസകാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും സ്വഭാവ കാര്യങ്ങളിലും പുലർത്താൻ നാം തയ്യാറാണ് എന്ന് പ്രതിജ്ഞ ചെയ്യണം. അതാകണം പെരുന്നാളിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ നാം തീരുമാനിക്കേണ്ടത്. അതാണ് നമുക്ക് എല്ലാവർക്കും കൈമാറാനുള്ള സന്ദേശവും. നീ മുത്തഖിയാകുക എന്നുള്ളതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖികളിൽ നിന്നും മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. മുത്തഖിയല്ലാത്ത ആൾക്കാരുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തഖ്വയുടെ ആദ്യപടി തൗഹീദ, മുവഹിദ. അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, സകല ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രം നൽകുന്നവൻ, അവൻക്കാണ് മുവഹിദ് എന്ന് പറയുക, അവൻക്കാണ് മുത്തഖി എന്ന് പറയുക. അവൻക്കുള്ളതാണ് നോമ്പ്, അവനുള്ളതാണ് പെരുന്നാള്. തൗഹീദ് ഇല്ലാത്തവന് പെരുന്നാളില്ല, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നവരുണ്ട് എങ്കിൽ, മരിച്ചവരുടെ ഖബറുകളെ ദർഗകളാക്കി കെട്ടിപ്പൊക്കി ഉറൂസ് നടത്തുന്നവരുണ്ട് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അവർക്ക് പെരുന്നാളിന്റെ ആഘോഷിക്കാൻ അർഹതയുമില്ല. കാരണം തഖ്വയുള്ളവർക്കുള്ളതാണ് പെരുന്നാൾ, തഖ്വയുള്ളവർക്കുള്ളതാണ് പെരുന്നാൾ, തഖ്വയുള്ളവർക്ക് ആഘോഷിക്കാനുള്ളതാണ് പെരുന്നാൾ. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം തഖ്വ നേടിയെടുക്കാനുള്ളതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അതാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ക്ലിയർ ആക്കേണ്ടത് തൗഹീദാണ്. അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ. എന്തേത് ഇബാദത്തുകളുണ്ടോ അത് അല്ലാഹുവിനെ മാത്രമാക്കുന്നവരാകണം നമ്മൾ. നാം മറ്റുള്ളവർക്ക് കൈമാറേണ്ട സന്ദേശവും അതാകണം. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നവരുണ്ട് എങ്കിൽ, ദർഗയിൽ പോകുന്നവരുണ്ട് എങ്കിൽ, ഉറൂസിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അവരോട് പറയണം ഇത് ശിർക്കാണ്, ഇത് അല്ലാഹു പുറത്തുതരാത്ത വാതകമാണ്. ഇങ്ങനെയാണ് നീ മരിക്കുന്നത് എങ്കിൽ നീ നരകത്തിലാണ്. നിന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നിനക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുമില്ല. അതുകൊണ്ട് നീ തൗഹീദിലേക്ക് വരണം. ഇതാകണം പെരുന്നാളിൽ, ചെറിയ പെരുന്നാളിൽ, ഈദുൽ ഫിത്റിൽ നാം പരസ്പരം കൈമാറേണ്ട സന്ദേശം. തൗഹീദ് അത് മുറുകെ പിടിക്കാൻ നാം തയ്യാറാകണം. അതേപോലെ തന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാത്തവൻ അവർക്ക് എന്ത് ആഘോഷമാണുള്ളത്? അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നാം തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുമ്പോഴുമാണ് ഒരാൾ മുത്തഖിയാകുന്നത്.
അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കല. വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും സ്വഭാവ കാര്യങ്ങളും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതുപോലെ ആക്കലാണ് തഖ്വ. അങ്ങനെ ജീവിക്കുന്നവരാണ് മുത്തഖി. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ സുന്നത്തിനെ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും മുൻകഴിഞ്ഞ എല്ലാവരോടും ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന്. അല്ലാഹുവിന്റെ വസിയത്താണ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വ ഇയ്യാകും അൻ തഖുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ള വേദന നൽകപ്പെട്ടവരോടൊക്കെ വസിയത്ത് ചെയ്ത കാര്യമാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ തൗഹീദുള്ളവരായി ജീവിക്കണം. നിങ്ങൾ പ്രവാചകന്റെ ചര്യകൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ അത് ദൃഢനിശ്ചയം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശവ്വാലിന്റെ 1 കടക്കുമ്പോഴേക്കും സുന്നത്തിനെ കാറ്റിൽ പുറത്തുന്നവരാകരുതെന്ന ചില ആൾക്കാർ പെരുന്നാളിൽ തന്നെ ക്ലീൻ ഷേവ് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കടകമായി വെട്ടിമുറിച്ച് നിലത്തിട്ടിട്ട് ഓൻ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വരും. റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ, ഹറാമുകളിൽ ഏർപ്പെടുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായ ആഘോഷങ്ങൾ നടത്തുന്നവർ പെരുന്നാൾ മുതലേ തുടങ്ങുന്നു. പിന്നെ എങ്ങനെയാണ് അവന് ഒരു മാസക്കാലം തഖ്വ നേടാൻ പറ്റി നമുക്ക് പറയാൻ പറ്റുക? ഇല്ല, ഒരിക്കലും ഇല്ല. റമദാനിന്റെ 30 രാത്രങ്ങൾ നാം നേടിയെടുത്ത തഖ്വ അത് ശവ്വാൽ 1 മുതൽ നമ്മുടെ ജീവിതത്തിൽ കാണാൻ നാം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. ഇനി മുതൽ അങ്ങോട്ടുള്ള ജീവിതം റമദാനിന്റെ 1 മാസം നാം നേടിയെടുത്ത പരിശീലനത്തിന്റെ രീതി അനുസരിച്ചായിരിക്കും, അല്ലാഹുവിനെ അനുസരിച്ചായിരിക്കും, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ടായിരിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് ഒന്നാമത്തെ കാര്യം. തഖ്വയുള്ളവരാകണം. നാം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ടാകണം ഇന്ന് മുതൽ ഇനി അടുത്ത റമദാൻ വരെ നാം ജീവിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. സുന്നത്തിന്റെയും ഇസ്ലാമിന്റെയും എല്ലാ ചിഹ്നങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നാസ്തികനായി, ഒരു യുക്തിചിന്തകനായി, ദീനനുസരിച്ചുള്ള ജീവിതം താല്പര്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുസ്ലിം ഉമ്മത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ നമ്മുടെ യുവതലമുറ, അവർ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. ദീനനുസരിച്ചുള്ള ജീവിതം, ഇത് വാജിബാണ്, ഇത് ഹറാമാണ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനുഷ്യർ സ്വതന്ത്രരാണ്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വിടണം എന്ന് പറയുന്ന യുവതലമുറ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഹൃദയത്തിലും അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലും കയറ്റി കൊടുക്കേണ്ട ഒരു ചിന്തയുണ്ട്. മക്കളെ, ദീനനുസരിച്ചുള്ള ജീവിതത്തിലാണ് ദുനിയാവിൽ നാളെ ആഖിറത്തിൽ വിജയമുള്ളത്. നാം മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ ഇസ്സത്ത് കാണാൻ, ദീനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം തയ്യാറാകണമെന്ന് നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് പാശ്ചാത്യരെ ഫോളോ ചെയ്യുന്നവർ, കാഫിരികളെ ഫോളോ ചെയ്യുന്നവർ പോലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ ഫോളോ ചെയ്യുന്നവർ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ വളർന്നു വരികയാണ്. അവരെ പോലെയാകാൻ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ, ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ തല്ലിത്തകർത്ത് തോന്നിയതുപോലെ കന്നുകാലികളെ പോലെ ജീവിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ്. അനുവദിക്കാൻ പാടില്ല. ദീനനുസരിച്ചുള്ള ജീവിതത്തിൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇസ്ലാമിലാണ് ഇസ്സത്ത് എന്ന് നാം അവരെ പഠിപ്പിക്കണം. അത് നമ്മളും ഉൾക്കൊള്ളണം. മുനാഫിക്കുകൾ അവരാണ് ഈ സ്വഭാവക്കാർ. അവർക്കാണ് ഭൗതികമായ രസങ്ങളും സുഖങ്ങളും ഏറെ താല്പര്യമുള്ളവർ. അവരാണ് മറ്റുള്ളവരിൽ ഇസ്സത്ത് കാണുന്നവർ. കാഫിരിങ്ങളെ ഫോളോ ചെയ്യുന്നവർ, കാഫിരിങ്ങളുടെ ശീലങ്ങളിൽ ഇസ്സത്ത് കാണുന്നവർ മുനാഫിക്കുകളാണ്. അല്ലാഹു അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ കൂടാതെ കാഫിരീങ്ങളെ ഉറ്റചങ്ങാതിമാരാക്കി സ്വീകരിക്കുന്നവരാണ് മുനാഫിക്കുകൾ. എന്തിനാണ്? മുഅ്മിനീങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ അവർക്ക് തൃപ്തിയാകുന്നില്ല. സഹാബാക്കളെ കാണുമ്പോൾ നിസ്കരിക്കുന്നവര്, നോമ്പ് നോക്കുന്നവര്, ദിക്ർ ചൊല്ലുന്നവര്, ഖുർആൻ ഓതുന്നവര്, നീണ്ട താടിയുള്ളവര്, ഇതൊന്നും ശരിയാകൂല. നല്ല ടിപ് ടോപ്പിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ശീലി അതാണ് വേണ്ടത്. അതപ്പുറത്ത് കാണാനുണ്ട്, അബൂജഹലിനെ കാണാനുണ്ട്, ഉതുബത്തിനെ കാണാനുണ്ട്, ശൈബത്തിനെ കാണാനുണ്ട്. അവരെ പോലെയാകണമെന്ന് അവരിൽ ഇസ്സത്ത് കാണുന്നവർ. അല്ലാഹു ചോദിക്കുകയാണ്, അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ. ഈ മുനാഫിക്കുകൾ കാഫിറുകളിലാണോ ഇസ്സത്ത് കാണുന്നത്? കാഫിറുകളിലാണോ നിങ്ങൾ ഇസ്സത്ത് കാണുന്നത്? അതേ മുഅ്മിനീങ്ങളെ ഇന്ന് നമുക്കും ചോദിക്കാനുള്ളതാണ്, കാഫിറുകളിലാണോ നാം ഇസ്സത്ത് കാണുന്നത്? ഒരിക്കലും കാഫിറുകളിലല്ല നമ്മൾ ഇസ്സത്ത് കാണേണ്ടത്.
ദീനിന്റെ ചിഹ്നങ്ങളിലാണ് ഇസ്സത്ത് കാണേണ്ടത്. നീണ്ട താടി വളർച്ചയിൽ ഇസ്സത്ത് കാണണം. നെരിയാണിയുടെ മേലെ വസ്ത്രം ധരിക്കുന്നതിൽ ഇസ്സത്ത് കാണണം. സ്ത്രീ മുഴുവനും ശരീരം മുഴുവനും മറച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ ഇസ്സത്ത് കാണണം. ഹബീബിന്റെ സുന്നത്ത് അനുസരിച്ചുള്ള ജീവിതത്തിൽ ഇസ്സത്ത് കാണണം. തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ ഇസ്സത്ത് കാണണം. സുന്നത്തിനെ പ്രകടമാക്കിക്കൊണ്ടുള്ള ജീവിതത്തിൽ ഇസ്സത്ത് കാണണം. ഞാൻ ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ ഇസ്സത്ത് കാണണം. ആ ഇസ്സത്താണ് യഥാർത്ഥ ഇസ്സത്ത് എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. സകല ഇസ്സത്തുകളും ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമിയ, സകല ഇസ്സത്തുകളും അല്ലാഹുവിനാണ് എന്ന് അല്ലാഹു പറയുന്നു. അതെ, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുള്ള ജീവിതത്തിലാണ് സകല ഇസ്സത്തുകളും ഉള്ളത്. മദീനയിലെ മുനാഫിക്കുകൾ സഹാബാക്കളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? യഖൂലൂന ലനുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ, ലയുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ. നമ്മളിൽ ഇസ്സത്തുള്ള ആൾക്കാർ അദല്ലികളായ തരണ്ടായിരുന്ന ആൾക്കാരെ മദീനയിൽ നിന്നും പുറത്താക്കുമെന്ന്. ഒരു യുദ്ധവേളയിൽ മുഹാജിറുകളും അൻസാറുകളും ചെറിയ കശവിഷയുണ്ടായി, അടിപിടിയുണ്ടായി. ഈ അടിപിടിക്കിടയിൽ മുനാഫിക്കുകാരെ കൂടി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലുള്ള മുനാഫിക്കുകൾ ഇടയിൽ കയറിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ നോക്കി. സ്വാഭാവികമാണ് പരസ്പരം അടിയുണ്ടാകുക എന്നുള്ളത്. അൻസാറുകളും മുഹാജിറുകളും അടിയുണ്ടായപ്പോൾ മുനാഫിക്കുകളെല്ലാം മദീനക്കാരാണ്, ഹസ്രജ് ഗോത്രക്കാരാണ്. അൻസാറിനോട് പറഞ്ഞു, അൻസാറുകളെ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ നമ്മളുണ്ട്, നമുക്ക് മുഹാജിറുകളെ തോൽപ്പിക്കണം, മുഹാജിറുകളെ ഓടിക്കണം. മുഹാജിറിന്റെയും അൻസാറിന്റെയും ഇടയിൽ ഫിത്ന ഉണ്ടാക്കാനാണ് മുനാഫിക് ശ്രമിച്ചത്. ആളെ മുനാഫിക് പറഞ്ഞത് ലയുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ, മദീനയിലെത്തട്ടെ, യുദ്ധം കഴിഞ്ഞിട്ട് മദീനയിലെത്തട്ടെ, നമ്മുടെ ഈ അദല്ലികളെ, ഈ തരണ്ടായിരുന്ന ആൾക്കാരെ, ഒന്നിനും കൊള്ളാത്തവരെ നമുക്ക് പുറത്താക്കണം, ഇസ്സത്തുള്ള നമുക്ക് മദീനയിൽ ജീവിക്കണം എന്ന്. മുനാഫിക്കുകൾ സ്വന്തം ഇസ്സത്ത് കൊള്ളാം, നമ്മളാണ് ഇസ്സത്തുള്ളവർ. റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ ഇസ്സത്തില്ലാത്തവർ, നീണ്ട താടി വളർത്തിയവർ, നിസ്കരിക്കുന്നവർ, നോമ്പ് നോക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, ഖുർആൻ ഓതുന്നവർ, വെറും ആഖിറം ഉണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ, അവരിലല്ല ഇസ്സത്തുള്ളത്, നമുക്കാണ് ഇസ്സത്തുള്ളത്. നമ്മൾ ഇസ്സത്തുള്ളവർ അവരെ സഹാബാക്കളെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹു എടുത്തു പറഞ്ഞു, യഖൂലൂന ലയുഖ്രിജന്നൽ അഅസ് മിൻഹൽ അദൽ, ഇസ്സത്തുള്ളവർ നിന്ദന്മാരായ സഹാബാക്കളെ പുറത്താക്കുമെന്ന്. അല്ലാഹു പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഓ അറിയുക, അല്ലാഹുവിനാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്, മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. വലകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, പക്ഷേ മുനാഫിഖുകൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അതേ പ്രിയമുള്ളവരെ, മുനാഫിക്കുകൾ പലതിലുമാണ് ഇസ്സത്ത് കാണുന്നത്. മുഅ്മിനീങ്ങൾ ഇസ്സത്ത് കാണുന്നത് ദീനിലാണ്. പെരുന്നാളിന്റെ ദിനത്തിൽ നാം മുന്നിൽ വെക്കേണ്ട ചിന്ത ഇതാണ്, ഇസ്സത്ത് ദീനിലാണ്, ഇസ്സത്ത് ദീനിലാണ്, ദീൻ അനുസരിച്ചുള്ള ജീവിതത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീനിൽ ഇസ്സത്ത് കാണാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. ഇതുമാകണം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മറ്റൊരു സന്ദേശം. പെരുന്നാളിന്റെ ദിനത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകേണ്ട സന്ദേശങ്ങളിൽ ഒന്ന് ഇതുമാകട്ടെ, ഇസ്സത്ത് ദീനിലാണ്, ദീൻ അനുസരിച്ചുള്ള ജീവിതത്തിലാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണ്. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നതിലാണ്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റേതാണ് ഭൂമി. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ ഒരു മഖ്ലൂഖിനെയും പേടിക്കേണ്ടതില്ല. ഇസ്സത്തോട് കൂടി സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കാര്യം, നാം എല്ലാം അറിയുന്നത് പോലെ തന്നെ ഇന്ന് ചെറിയ പെരുന്നാളാണ്, ഈദുൽ ഫിത്ർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആഘോഷിക്കൽ ഇബാദത്താക്കിയ ദിനങ്ങളിൽ ഒരു ദിനം. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ആഘോഷിക്കൽ സുന്നത്താണ്, ഇബാദത്താണ്. ആഘോഷിക്കണം, സന്തോഷിക്കണം, ആഹ്ലാദങ്ങൾ പങ്കുവെക്കണം. പക്ഷേ ശറഇന്റെ പരിധി വിട്ടുകൊണ്ടാകരുത്, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാകരുത്, അല്ലാഹുവിന്റെ റസൂലും ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകരുത്. ആഘോഷിക്കേണ്ടത്, കാരണം ഈ ആഘോഷം ഇബാദത്താണ്. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ സന്തോഷിക്കൽ സുന്നത്താകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും സന്തോഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പാവപ്പെട്ടവരുണ്ടാകും, ഉപ്പയില്ലാത്തവരുണ്ടാകും, ഉമ്മയില്ലാത്തവരുണ്ടാകും, കുടുംബക്കാരില്ലാത്തവരുണ്ടാകും, ഒരു പെരുന്നാൾ ഡ്രസ് വാങ്ങാൻ വകയില്ലാത്തവരുണ്ടാകും. അവരെയൊക്കെ തിരിച്ചറിയാനും അവരിലും സന്തോഷം വിട്ടുകൊടുക്കാനും ഈ ചെറുപെരുന്നാൾ ദിനത്തിൽ നാം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കർമ്മങ്ങളിൽ പെട്ടതാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബി മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക എന്നുള്ളത്, മറ്റൊരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം സന്തോഷിക്കുന്നത് പോലെ, നാം ആഹ്ലാദിക്കുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവരും ആഹ്ലാദിക്കണം, സന്തോഷിക്കണം എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതൊരു മുസ്ലിമിന്റെ ചിന്തയാണ്. നല്ല വസ്ത്രം ധരിക്കാത്തവർ നമ്മുടെ അയൽവാസികളിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കൂട്ടുകാരിൽ ഉണ്ടാകാൻ പാടില്ല,
ബിരിയാണി കഴിക്കാത്തവർ, നല്ല ഭക്ഷണം കഴിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. സന്തോഷമില്ലാതെ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെയും സന്തോഷിപ്പിക്കാൻ നാം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ നല്ല ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബന്ധങ്ങളെ നന്നാക്കണം, ബന്ധങ്ങളെ ദൃഢമാക്കണം. മാതാപിതാക്കളെ ചെന്ന് കാണണം, ജ്യേഷ്ഠാഞ്ജന്മാരെ ചെന്ന് കാണണം, അയൽവാസികളെ ചെന്ന് കാണണം, കുടുംബക്കാരെ ചെന്ന് കാണണം, അവരോട് സലാം പറയണം. പിണക്കമുള്ളവരുണ്ടെങ്കിൽ മിണ്ടണം. ഇനി മുതൽ അങ്ങോട്ടേക്കുള്ള എന്റെ ജീവിതം തഖ്വയുള്ള ജീവിതമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയും നിരോധനവും നിർദ്ദേശവും അനുസരിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണക്കമില്ല, നമുക്കിനി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ മുന്നോട്ട് പോകാം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഹൃദയവിശാലതയുള്ളവനായി, എല്ലാവർക്കിടയിലും സ്വീകാര്യനായി, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനായി ജീവിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തവനായി ജീവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ ആ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദിനത്തിൽ ഇങ്ങനെയുള്ള നല്ല ചിന്തകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും നല്ല ചര്യകളെ പ്രാവർത്തികമാക്കാനും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ സുദിനത്തിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ശേഷമുള്ള ജീവിതം എങ്ങനെയാകണമെന്നുള്ള പ്ലാനുകൾ ചെയ്യാനും നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.